ഇന്ന് ധാരാളം യുവാക്കൾ ജോലി തേടി അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പുറമെ നിന്ന് കാണുന്നവർക്ക് ഇത് രസകരമായിട്ടൊരു കാര്യമാണെങ്കിലും ഭാവിയിൽ നമ്മുടെ കുടുംബം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിൽ നമ്മുടെ സ്വദേശം വിട്ട് വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നവർ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നവര് നല്ലൊരു ജോലി നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ എമൗണ്ടെങ്കിലും നൽകിയിട്ട് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തിടണമെന്നാണ് അത്. ഈ പ്രവാസ ജീവിതത്തിനിടയിൽ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ പിടിപെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവുകയോ ഇനി അതല്ലെങ്കിൽ ദൗർഭാഗ്യവശാൽ മരണം വരെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിനുള്ള വരുമാനം അതോടെ നിലയ്ക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി അതുപോലെ കുട്ടികളുടെ പഠിത്തം, വിവാഹം, ഇങ്ങനെ നിരവധി സ്വപ്നങ്ങളുണ്ടാവും. ഇതൊക്കെ അതോടെ തകിടം മറിയും അല്ലെ. എന്നാൽ നമ്മൾ ഇത്തരത്തിലൊരു NRI ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. മാസം ഒരു 820 രൂപയൊക്കെ നൽകിയാൽ 2 കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് ലഭ്യമാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്തിനേക്കാൾ എപ്പോഴും 30 മുതൽ 50% വരെ ലോവർ പ്രീമിയമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ ഒരു ടേം ഇൻഷുറൻസിന്. പിന്നെ നിങ്ങളൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ NRI അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18% GST നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കി കിട്ടും. ഇനി പേയ്മെന്റ് മോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ആനുവൽ മോഡിലാണ് പേയ്മെന്റ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് 5% കൂടി അവിടെ സേവ് ചെയ്യാൻ കഴിയും. അതായത് മൊത്തത്തിൽ 23% അവിടെ സേവ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഏജന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൺലൈനിൽ എപ്പോഴും 10% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. നിങ്ങളൊരു വിദേശ രാജ്യത്ത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ 30 അല്ലെങ്കിൽ 40 വർഷത്തേക്കൊക്കെയാണ് പരമാവധി നമുക്കൊരു ടേം ഇൻഷുറൻസ് ലഭ്യമാവുക. എന്നാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ ജീവിതാവസാനം വരെ ടേം ഇൻഷുറൻസിന്റെ കാലാവധി സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 99 വയസ്സ് വരെ ടേം ഇൻഷുറൻസ് വേണോ, ആ ഒരു കാലാവധി വരെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജീവിതാവസാനം അത് സ്വാഭാവികമായിട്ടും കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ അനന്തരാവകാശികൾക്ക് ക്ലെയിം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാവുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ്. സാധാരണ ടേം ഇൻഷുറൻസ് പോലെ തന്നെ ഇപ്പോൾ NRI ടേം ഇൻഷുറൻസിലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്ലാനുകളും ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളും എടുക്കാൻ സാധിക്കും. ഒപ്പം നിരവധി ആഡ് ഓൺസും ആഡ് ചെയ്യാൻ സാധിക്കും. ടേം ഇൻഷുറൻസ് എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ആഡ് ഓൺസ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അത് അവരുടെ പോളിസിയോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. ആഡ് ഓൺസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമ്മുടെ പോളിസിയോടൊപ്പം ആഡ് ചെയ്യുന്ന ഫീച്ചറാണ്. അതിനായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടത് വളരെ തുച്ഛമായ തുക മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഡ് ഓൺ ആണ് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിന്റെ കവറേജ് 1 കോടിയാണെന്ന് കരുതുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവകാശിക്ക് ലഭിക്കുക 1 കോടിയായിരിക്കും. എന്നാൽ നമ്മളൊരു 50 ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ നമ്മുടെ പോളിസിയോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരണപ്പെടുന്നത് ഒരു ആക്സിഡന്റിൽ ആണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുക 1 കോടിയും 50 ലക്ഷം കൂടിയായിരിക്കും. 1.5 കോടി ടോട്ടൽ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു 50 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കേണ്ടി വരുന്നത് വളരെ തുച്ഛമായൊരു തുക മാത്രമാണ്. ട്രാഫിക് ആക്സിഡന്റ് മാത്രമല്ല, ഇപ്പോൾ എയർപ്ലെയിൻ ക്രാഷ് ആവാം, അല്ലെങ്കിൽ തീപിടുത്തമാവാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി പിന്നീട് അതിലുണ്ടായിരുന്ന ആ ഒരു പരിക്ക് മൂലം മരണപ്പെടുകയാണെങ്കിൽ അതും ഇത്തരത്തിൽ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡറിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആഡ് ഓൺസ് നമുക്ക് ഇതിൽ ഈ ഒരു ഓൺലൈനിലൂടെ പോളിസി എടുക്കുന്ന സമയത്ത് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് ഒറ്റ നോട്ടത്തിൽ കാണാനും അതിലെ ഫീച്ചറുകൾ പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചതൊന്ന് തന്നെ സെലക്ട് ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല 24/7 എന്ന രീതിയിൽ അസിസ്റ്റൻസ് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലുള്ള ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട.